കാട്ടിനുള്ളിലൂടെ സുനിലും യമനയും മുന്നോട്ട് കുതിച്ചു. രണ്ടുപേരും കിതപ്പടക്കാൻ പാടുപെടുകയായിരുന്നു. കൊടും കാടാണ്. നമുക്ക് പുറത്തു കടക്കാനാവില്ല, വഴി തെറ്റും. കിതപ്പിനിടയിൽ യമുന പറഞ്ഞു. റോഡിലൂടെ പോകാൻ പാടില്ല. ഏത് നിമിഷവും ആ തൊപ്പിക്കാരന്റെ മുന്നിൽ ചെന്ന് ചാടും. ഇതാണ് കുറച്ചുകൂടി സുരക്ഷിതത്വം. പക്ഷേ നമ്മൾ എങ്ങനെ ലൊക്കേഷനിലെത്തും? വൈകുന്നേരത്തിനുള്ളിൽ അവിടെ എത്തിയില്ലെങ്കിൽ കുഴപ്പമാകും. ആദ്യം ജീവൻ രക്ഷിക്കാൻ നോക്കാം, പിന്നെയല്ലേ സിനിമയും ഷൂട്ടിങ്ങും. ആ ജന്തുവിനെ കാണാനില്ല. തിരിഞ്ഞു നോക്കി യമുന ആശ്വാസത്തോടെ പറഞ്ഞു. അത് ശരിക്കുള്ള ചെന്നായാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സുനിൽ ആലോചനയോടെ അവളെ നോക്കി. പിന്നെ ഏതോ ദുഷ്ടശക്തിയായിരിക്കണം. ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണത് നമ്മുടെ പിന്നാലെ വരുന്നത്, ആരോ നിയന്ത്രിക്കുന്നത് പോലെ. ഇതിനു പിന്നിലും ആ തൊപ്പിക്കാരനായിരിക്കുമോ? സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അയാളൊരു മനുഷ്യനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്ത്? യമുന ഞെട്ടിപ്പോയി. അവർ നായ്ക്കളെ പോലെ അണച്ചുകൊണ്ട് ഒരു മരത്തിൽ ചാരി നിൽക്കുകയായിരുന്നു. ഈ കാട്ടിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും സുനിൽ? നിന്റെ മൊബൈൽ ഓഫായി. ഞാൻ ഫോൺ എടുക്കാനും മറന്നു. കൂട്ടത്തിലുള്ള ആരെയും വിവരമറിയിക്കാൻ ഒരു മാർഗവുമില്ല. നിരാശയോടെ യമുന പറഞ്ഞു. പെട്ടെന്ന് അവർക്ക് പിന്നിൽ കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേട്ടു. സുനിൽ, അതാ ആ ചെന്നായ. അത് നമ്മുടെ പിറകെ തന്നെയുണ്ട്, ഓടിക്കോ. അവർ ജീവനും കൊണ്ട് പാഞ്ഞു. അവരെ ലക്ഷ്യം പിടിച്ചുകൊണ്ട് ചെന്നായ മുമ്പോട്ട് കുതിച്ചു. കാട്ടിനുള്ളിലൂടെ അവർ കുറെ നേരം ഓടി. രണ്ടുപേരും വിശപ്പും ദാഹവും കൊണ്ട് തളർന്നിരുന്നു. സുനിൽ, എനിക്കിനി ഒരടി നടക്കാനേ വയ്യ. എന്റെ കാല് മുഴുവൻ പൊട്ടി, കരഞ്ഞുകൊണ്ട് യമുന പറഞ്ഞു. സുനിലിന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. പാൻസിന്റെ പല ഭാഗങ്ങളിലും കാട്ടുമുള്ളു കുത്തിക്കയറി കീറിപ്പോയിരുന്നു. ഷൂവിന്റെ അടിഭാഗം തുളഞ്ഞ് കാലിൽ മുള്ളു തറഞ്ഞു കയറി. ദാഹിച്ച് തൊണ്ട വരളുന്നു. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അവൻ ചുറ്റും നോക്കി. കുറച്ചപ്പുറത്ത് ഒരു പുഴയുടെ ഇരമ്പൽ കേട്ടു. യമുനെ, തൊട്ടടുത്ത് പുഴയുണ്ടെന്ന് തോന്നുന്നു. കേട്ടില്ലേ വെള്ളം ഒഴുകുന്ന ശബ്ദം? നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സുനിൽ അവളുടെ കയ്യിൽ പിടിച്ച് എണീപ്പിച്ചു. കുറ്റിച്ചെടികൾക്കിടയിലൂടെ അവർ നടന്നു. ഇടയ്ക്ക് ചെന്നായി പിന്നാലെ വരുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കാനും മറന്നില്ല. നടന്നവർ വലിയൊരു പാറക്കെട്ടിന് മുകളിലെത്തി. താഴെ തരളഗമനം ചെയ്യുന്ന കാട്ടരുവി. വെള്ളം. യമുന ഉറക്കെ ശബ്ദമുണ്ടാക്കി. മിണ്ടരുത്. ആ പുഴയ്ക്കക്കരെ ചെറു കുടിലുകൾ കണ്ടോ? ആദിവാസികളുടേതായിരിക്കും. അവർ നമ്മളെ കണ്ടാ ഉപദ്രവിക്കാനും മടിക്കില്ല. അവർ പാറക്കെട്ടുകൾക്കിടയിലൂടെ പതുക്കെ താഴേക്കിറങ്ങി. സൂക്ഷിച്ച്, കാല് തെറ്റിയാൽ പുഴയിൽ കിടക്കും, പൊടി പോലും കിട്ടില്ല, സുനിൽ ഓർമ്മിപ്പിച്ചു. വളരെ സാഹസപ്പെട്ട് അവർ പാറക്കെട്ടിൽ നിന്നും താഴെ ഇറങ്ങി പുഴയുടെ കരയിലെത്തി. സുനിൽ വെള്ളത്തിലിറങ്ങി കൈക്കുമ്പിളിൽ ജലം കോരിയെടുത്ത് ആർത്തിയോടെ കുടിച്ചു. പിന്നെ കൈയും മുഖവും കഴുകി. ഇപ്പോ ചെറിയൊരാശ്വാസം കിട്ടി. അവൻ പാറപ്പുറത്തിരുന്നു. വെള്ളം കോരി കുടിച്ച് യമുനയും അവന്റെ അടുത്ത് വന്നിരുന്നു. വൈകുന്നേരം ആകുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചു ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. വിളിക്കാൻ ഫോൺ ഓഫ്. നീ എന്ത് ചെയ്യും സുനിൽ? കാട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോ സമയം 1 മണി കഴിഞ്ഞു. 4 മണിക്ക് മുമ്പ് നമ്മൾ ആൾവാസമുള്ള എവിടെയെങ്കിലും എത്തിയില്ലെങ്കിൽ അപകടമാണ്. കാട്ടുജന്തുക്കളുടെ ആക്രമണം ഉണ്ടാവും. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടുന്നത് പോലും ഇപ്പൊ അറിയില്ല. പുഴയ്ക്കക്കരെ ആദിവാസികളുടെ അടുത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചാലോ? അവർ നമ്മളെ കാടിന് പുറത്തിറക്കി വിടാതിരിക്കുമോ? ശ്രമിച്ചു നോക്കാം. അത്രമാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി. എനിക്ക് നേരം വൈകുന്നു. പുഴ ഇറങ്ങിക്കിടക്കാം. അവിടെ മുട്ടോളം വെള്ളമേ കാണൂ. പുഴയുടെ നിരന്നൊഴുകുന്ന ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുനിൽ പറഞ്ഞു. സുനിൽ യമുനയുടെ കൈ പിടിച്ച് പുഴയറമ്പിലൂടെ കുറച്ച് താഴേക്ക് നടന്നു. ഒരു മുരൾച്ച കേട്ട് തലയുയർത്തി അവർ കണ്ടത് പാറക്കെട്ടിന് മുകളിൽ തങ്ങളെ ഉന്നം വെച്ചുകൊണ്ടിരിക്കുന്ന ചെന്നായയാണ്. ചെന്നായ, വേഗം വാ. പുഴക്കര കടന്ന രക്ഷപ്പെട്ടു. സുനിൽ അവളെയും വലിച്ചുകൊണ്ട് ഓടി. അവർ മുട്ടൊപ്പം വെള്ളത്തിലിറങ്ങി. അപ്പോൾ പാറക്കെട്ടിലൂടെ അള്ളിപ്പിടിച്ച് ചെന്നായ താഴേക്കിറങ്ങുകയായിരുന്നു. വേഗം വേഗം, സുനിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പുഴയുടെ നടുഭാഗത്തെത്തിയതും യമുന കാൽ വഴുതി വെള്ളത്തിൽ വീണു. സുനിലിന്റെ കയ്യിലെ പിടുത്തം വിട്ടുപോയി. അയ്യോ സുനിൽ, എന്നെ രക്ഷിക്ക്! യമുന നിലവിളിച്ചു. അവിടെ നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. അവൾ താഴേക്ക് ഒഴുകിപ്പോയി. യമുന! സുനിൽ വെള്ളത്തിലേക്ക് ചാടി. അവൾക്ക് പിന്നാലെ കുതിച്ചു. അപ്പോൾ ചെന്നായ അവരെ ലാക്കാക്കിക്കൊണ്ട് കരയിലൂടെ ഓടുകയായിരുന്നു. ഡ്രൈവർ ഓട്ടോറിക്ഷ പറപ്പിക്കുകയായിരുന്നു. അരമണിക്കൂർ കൊണ്ട് ലോലിത ഹോട്ടൽ ബ്ലൂസിയുടെ മുന്നിലെത്തി. അവൾ മൊബൈൽ എടുത്ത് അശോകിന്റെ നമ്പർ അമർത്തി.
ഞങ്ങൾ റൂം നമ്പർ 204 അങ്ങോട്ട് വന്നോളൂ, അശോക് പറഞ്ഞു. അവൾ ഹോട്ടലിലേക്ക് കയറി. റിസപ്ഷനിൽ ചെന്ന് 204 ഏത് ഫ്ലോറിലാണെന്ന് അന്വേഷിച്ച് ലിഫ്റ്റിൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. വാതിൽ തുറന്ന് അകത്ത് കയറിയ ലോലിത ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. നിന്നെ ആരെങ്കിലും ഓടിച്ചോ? അശോക് ചോദിച്ചു. ഇല്ല, ഫെലിക്സിയുടെ ഗുണ്ടകൾ ഹൗസ് ബോട്ട് ലക്ഷ്യമാക്കി പോകുന്നത് ഞാൻ ഓട്ടോയിലിരുന്ന് കണ്ടു. ഭാഗ്യത്തിനാ ഞാൻ അവരുടെ കണ്ണിൽ പെടാതിരുന്നത്. നീ തൽക്കാലം ഈ മുറിയിൽ നിന്ന് പുറത്തു പോകണ്ട. രാത്രി ഷിഫ്റ്റിംഗ് ആണ്. ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഇവിടെ മുറികൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവൻ സൂത്രശാലിയായ കുറുക്കനാണ്. മണം പിടിച്ച് എവിടെ എത്തുമോ എന്നാണ് എന്റെ പേടി. അവൻ വരട്ടെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. ബാത്റൂമിൽ പോയ ദേവൻ മുറിയിലേക്ക് വന്നു. ലോലു, ഇതാണ് ഡയറക്ടർ ദേവൻ, എന്റെ പടത്തിന്റെ സംവിധായകൻ, അശോക് പരിചയപ്പെടുത്തി. ധാരാളം കേട്ടിട്ടുണ്ട്, നേരിൽ കാണുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. നമസ്കാരം സർ. ലോലിത കൈകൂപ്പി. ലോലിത, പേര് പോലെ തന്നെ സുന്ദരി. ദേവൻ അവളെ ആകെ മൊത്തമൊന്ന് നോക്കി. കൊള്ളാം, നമ്മുടെ നായികയായിട്ട് ഇവിടെ തന്നെ മതി. അശോക് ചിരിച്ചുകൊണ്ട് ലോലിതയെ നോക്കി. ലൊക്കേഷൻ എങ്ങോട്ട് മാറ്റി? ഇനി എല്ലാവരുടെയും പരാതി മാറുമല്ലോ. അത് നന്നായി. ആ കാട്ടിലായതുകൊണ്ടാണ് ദുരന്തങ്ങൾ സംഭവിച്ചത്. അത് കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. പരിമളത്തിലെ അഭിനയം അസലാകുന്നുണ്ട് കേട്ടോ. അതിലെ ഇരട്ട സഹോദരിമാരിൽ മായയുടെ റോൾ കലക്കി, ദേവൻ പറഞ്ഞു. സർ സീരിയൽ കാണാറുണ്ടോ? ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിൽ സമയം കിട്ടിയ എന്റെ ഭാര്യ എല്ലാ സീരിയലും കാണും, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലെ 7:30 സീരിയൽ പരിമളം. സാറേ, ഇനിയും നമ്മൾ താമസിച്ച സോളമന്റെ സംസ്കാരത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. നമുക്കിറങ്ങാം. ലോലു, വാതിൽ പൂട്ടി അകത്തിരുന്നോ. ഞങ്ങൾ രാത്രി എത്തും. അതുവരെ ആരുടെയും കണ്ണിൽ പെടണ്ട. ശരി അശോക്. ദേവനും അശോകനും പുറത്തിറങ്ങിയതും ലോലിത മുറി അടച്ച് ലോക്ക് ചെയ്തു. ആരാണ് ഈ അലക്സാണ്ടർ ഫെലിക്സി? ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ ദേവൻ ചോദിച്ചു. നഗരത്തിലെ ഒരു വമ്പൻ തോക്കാണ്, ബിസിനസ്സുകാരൻ. വ്യക്തമായി പറഞ്ഞ എന്റെയും അച്ഛന്റെയും എതിരാളി. പാർക്കിംഗ് പ്ലേസിലിട്ടിരിക്കുന്ന കാറിൽ അവർ കയറി. ഹരിതഗിരി ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഫെലിക്സി. അവർക്ക് നഗരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, ഫൈനാൻസിങ് കമ്പനി വരെ. ഉവ്, അച്ഛന്റെ ഫൈനാൻസിങ് കമ്പനി തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന മാനേജറായിരുന്നു ഫെലിക്സിയുടെ അപ്പൻ അലക്സാണ്ടർ. അച്ഛനെ ചതിച്ച് കുറെ പണവുമായി അവൻ മുങ്ങി. അതിനുശേഷം ഹരിതഗിരി സ്ഥാപനങ്ങളുടെ MD ആയി ഇവിടെ പൊങ്ങി. അന്ന് മുതൽ ഞങ്ങളെ തകർക്കാനുള്ള കരുക്കൾ നീക്കുകയാണ് അവന്റെ പണി. പക്ഷേ അവൻ കളി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാറ് വളവ് തിരിഞ്ഞു. ദൂരെ വീട്ടുമുറ്റത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് അവർ കണ്ടു. അതാണ് ഡോക്ടർ സോളമന്റെ വീട്. അശോക് കാർ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. പിന്നാലെ ദേവനും. അവർ സോളമന്റെ വീട്ടിലേക്ക് ചെന്നു. സേവർ ജോൺ അവരുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ വൈകിയില്ലല്ലോ? ഇല്ല, ഫാദറും പരിവാരങ്ങളും എപ്പോ എത്തും? എത്തിയാലുടൻ ബോഡി പള്ളിയിലേക്ക് എടുക്കും. വരൂ. അശോകും ദേവനും സേവറിനോടൊപ്പം വീട്ടുമുറ്റത്തെ പന്തലിലേക്ക് ചെന്നു. അതിന്റെ നടുവിൽ അലങ്കരിച്ച ശവപ്പെട്ടിയിൽ സോളമൻ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങിക്കിടക്കുന്നു. സമീപത്ത് കസേരകളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ബന്ധുക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അശോകിന്റെ മേലുകൾ ജൂലിയെ തിരഞ്ഞു. ജൂലി എവിടെ? അശോക് പതിയെ സേവറിനോട് തിരക്കി. അവൾ ബോധം കെട്ട് വീണു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് ഹോസ്പിറ്റലാണ്? ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അടുത്ത് ആരാണുള്ളത്? എന്റെ ഒരു ആന്റി വന്നിട്ടുണ്ട്. അവരുണ്ട്. പിന്നെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ. മുറ്റത്ത് ഒരു വാഹനം നിന്നു. അച്ഛനും കൂട്ടരും എത്തി. സേവ്യർ വണ്ടിയുടെ അടുത്തേക്ക് പോയി. ദേവനും അശോകനും മുറ്റത്തിനരികിലേക്ക് മാറി നിന്നു. ഡോക്ടർ സുമംഗലാദേവി ഒരിക്കൽ കൂടി സ്റ്റെല്ലയുടെ വയറ്റിൽ സ്റ്റെത്ത് വെച്ച് നോക്കി. ചെന്നായ ഓലിയിടുന്നത് പോലുള്ള ശബ്ദം വയറ്റിൽ നിന്നും കേട്ടത് തന്റെ തോന്നലായിരിക്കുമോ? ഡോക്ടറുടെ മുഖഭാവം കണ്ട് അമ്പരപ്പോടെ നിൽക്കുകയായിരുന്നു ഹേമ. ഇല്ല, അനക്കമോ ശബ്ദമോ കേൾക്കുന്നില്ല. തന്റെ തോന്നലാകാം. ഡോക്ടർ പരിശോധന മതിയാക്കി. മാഡം, ഇവളെ ആരോ റേപ്പ് ചെയ്തെന്നാണ് പറയുന്നത്, ഹേമ പറഞ്ഞു. റേപ്പോ? അതെ മാഡം, അദൃശ്യനായ ആരോ ഒരാൾ. കുട്ടി എന്താ പറയുന്നത്? ഡോക്ടർക്ക് ചിരി വന്നു. ഒരുപക്ഷെ അന്നത്തെ സംഭവത്തിന്റെ ഷോക്കിൽ തോന്നുന്നതായിരിക്കും. ഞാനും അത് പറഞ്ഞു നോക്കി മാഡം, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. ഞാൻ നോക്കട്ടെ. അടിവയറിൽ നഖം കൊണ്ടതുപോലുള്ള പോറലിൽ നിന്ന് അപ്പോഴും രക്തം പൊടിയുന്നുണ്ടായിരുന്നു. ഇതെന്ത് പറ്റിയതാണ്? അദൃശ്യ മനുഷ്യന്റെ ആക്രമണത്തിൽ സംഭവിച്ചതാണ് മാഡം, ഹേമ പറഞ്ഞു.
ഡോക്ടർ സ്റ്റെല്ലയുടെ മുഖത്തേക്ക് നോക്കി. അത് ശരിയെന്ന മട്ടിൽ അവൾ തലയിളക്കി. ഹേമ ഡോക്ടറുടെ ചെയ്തികൾ വീക്ഷിക്കുകയായിരുന്നു. എണീറ്റോളൂ. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ കൈ കഴുകി അവൾക്കരികിലേക്ക് വന്നു. സ്റ്റെല്ല ടേബിളിൽ നിന്ന് ഇറങ്ങി. റേപ്പ് ഒന്നും നടന്നിട്ടില്ല. ഒക്കെ കുട്ടിയുടെ തോന്നലാണ്. ഒരുപക്ഷെ മനസ്സിന്റെ ഹാലൂസിനേഷൻ ആയിരിക്കും. അത് മാറിക്കോളും. തൽക്കാലം ഞാൻ മെഡിസിൻ ഒന്നും എഴുതുന്നില്ല. പിന്നെ വയറിലെ മുറിവിൽ ബിറ്റാഡിൻ ഓയിൻമെന്റ് തേക്കണം. താങ്ക് യു മാഡം, സ്റ്റെല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ നിന്റെ തോന്നലാ. പുറത്തിറങ്ങിയപ്പോൾ ഹേമ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് മാഡത്തിനെ കാണാമെന്നത്? ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിന്ധു ചോദിച്ചു. അരമണിക്കൂർ മുമ്പ്. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ നമ്മുടെ ജൂലി ഡോക്ടറെ എവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് എന്തു പറ്റി? സ്റ്റെല്ല ചോദിച്ചു. അവളുടെ മുഖഭാവം മാറുന്നത് അവരാരും ശ്രദ്ധിച്ചില്ല. ബോധം കെട്ട് വീണതാ. എന്നിട്ട് ബോധം തെളിഞ്ഞോ? റിപ്പും എടുത്ത് കിടത്തിയിരിക്കുക. റൂം നമ്പർ ഏതാ? 13. എനിക്ക് ജൂലി മാഡത്തിനെ ഒന്ന് കാണണം, സ്റ്റെല്ല പറഞ്ഞു. എങ്കി വാ. ഹേമയും സ്റ്റെല്ലയും റൂം നമ്പർ 13 മുന്നിലെത്തി. സ്റ്റെല്ല ചുറ്റും നോക്കി. അടുത്തെങ്ങും ആരുമില്ല. ഹേമ പൊയ്ക്കോളൂ, ഞാൻ ഉടനെ വരാം. വേണ്ടടി, ഞാനും വരാം. അവർ വാതിൽ തുറന്ന് അകത്ത് കയറി. ബെഡിൽ ചാരി കിടക്കുകയായിരുന്നു ഡോക്ടർ ജൂലി ജോൺ. അവരെ കണ്ടതും ഡോക്ടർ പുഞ്ചിരിച്ചു. മാഡം എങ്ങനെയുണ്ട്? നല്ല ക്ഷീണമുണ്ട്, തലയ്ക്ക് പെരുപ്പും. നിങ്ങൾ ഇരിക്കുക. ഹേമ ഇരുന്നു. സ്റ്റെല്ല നിന്നതേ ഉള്ളൂ. ഞാൻ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, ജൂലി പറഞ്ഞു. ഒരു ഹിന്ദി പാട്ടിന്റെ ട്യൂൺ മൂളിക്കൊണ്ട് ലോലിത ബാത്റൂമിലേക്ക് കയറി. നല്ല തണുപ്പുള്ള വെള്ളം ദേഹത്ത് വീണപ്പോൾ കുളിരു കോരി. അവൾ ഡാൻസിന്റെ 1-2 സ്റ്റെപ്പുകൾ വെച്ചു. പാട്ട് ഉച്ചത്തിൽ പാടാൻ തുടങ്ങി. പിന്നെ ഒരു പരൽമീനിലെ പോലെ ഷവറിനടിയിൽ നിന്ന് തെന്നിക്കളിച്ചു. സ്കൂളിലും കോളേജിലും പഠിച്ച കാലത്ത് താൻ ഒരു നല്ല ഡാൻസർ ആയിരുന്നുവെന്ന് അവൾ ഓർത്തു. ചില സീരിയലുകളിൽ ആ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. അല്പം മുമ്പ് പരിമള സീരിയലിന്റെ ഡയറക്ടർ വിളിച്ചതേയുള്ളൂ. ക്ലൈമാക്സ് സീൻ അടുത്ത ദിവസം എടുക്കാൻ പോകുന്നു. അതിൽ നൃത്തം ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിയുടെ വാതിൽക്കൽ ഒരു തൊപ്പി വെച്ച മനുഷ്യനെത്തി. ചുറ്റുപാട് ശ്രദ്ധിച്ച ശേഷം അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കമ്പിക്കഷ്ണം എടുത്ത് താക്കോൽ പഴുതിലിട്ട് 1-2 പ്രാവശ്യം ചുറ്റിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറി. സ്റ്റെല്ല, എന്താ നിൽക്കുന്നത്? കുട്ടി അവിടെ ഇരിക്കുക, ജൂലി പറഞ്ഞു. സ്റ്റെല്ല ഡോക്ടറെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് വന്യമായ ഒരു ഭാവം മിന്നിമറഞ്ഞു. പറഞ്ഞത് കേട്ടില്ലേ, ഇരിക്കുക. ഹേമ അവളുടെ കൈ പിടിച്ച് വലിച്ചു. സ്റ്റെല്ല ഹേമയുടെ അടുത്തിരുന്നു. ഡോക്ടർ സോളമൻ സത്യത്തിൽ കുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? സ്റ്റെല്ല തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് ജൂലി ചോദിച്ചത്. അവൾ ഉത്തരം പറയാനൊന്നും മടിച്ചു. സംശയിക്കണ്ട, സോളമൻ ഡോക്ടർ മരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഇപ്പൊ സംസ്കാരവും നടന്നു കാണും. അത് പറഞ്ഞപ്പോൾ ജൂലിയുടെ തൊണ്ടയിടറി. ജൂലി സ്റ്റെല്ലയെ നോക്കി. അവൾ മറ്റെവിടെയോ ദൃഷ്ടിയൂന്നി നിൽക്കുകയായിരുന്നു. സത്യം പറയുന്നത് കൊണ്ട് കുട്ടിക്ക് ഒരു കുഴപ്പവും വരില്ല. ഞാൻ എന്ന് പറഞ്ഞതൊക്കെ സത്യമാണ് മാഡം. സോളമൻ ഡോക്ടറെ അല്ല ഞാൻ അവിടെ കണ്ടത്. അത് മറ്റാരോ ആയിരുന്നു. ഡോക്ടർക്ക് ഏതോ ബാധ കയറിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഡോക്ടർ മരിച്ചെന്നുണ്ടായ സംഭവങ്ങൾ ജൂലിയുടെ മനസ്സിലേക്കും കടന്നു വന്നു. ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നി. സുബോധത്തിൽ സോളമൻ ഒരിക്കലും അത് ചെയ്യില്ല. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി നേരിൽ കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. കുട്ടി പോയിക്കോളൂ, ജൂലി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. സോളമന്റെ അന്ത്യയാത്ര തനിക്ക് കാണണ്ട. പഴയ കുറെ നല്ല നിമിഷങ്ങളുടെ ഓർമ്മകൾ മനസ്സിലുണ്ട്. തനിക്ക് അത് മതി. മാഡത്തിന് ഇന്ന് വീട്ടിൽ പോകാമല്ലോ. വൈകുന്നേരം ബ്രദർ വരും. ചെറിയൊരു തലചുറ്റലുണ്ടായപ്പോ ബ്രദർ പേടിച്ചുപോയി. അതാ ഇവിടെ കൊണ്ടുവന്നത്. ജൂലി ചിരിക്കാൻ ശ്രമിച്ചു. മാഡം തനിച്ചാണോ? അല്ല, കൂട്ടിന് ഒരു ആന്റി ഉണ്ട്. അപ്പോ സുന്ദരിയായ ഒരു മധ്യവയസ്ക അകത്തേക്ക് കയറി വന്നു. ഇതെന്റെ ആന്റി സലോമി, ജൂലി ആന്റിയെ അവൾക്ക് പരിചയപ്പെടുത്തി. സ്റ്റെല്ലയും ഹേമയും മുറിക്ക് പുറത്തിറങ്ങി. ഏതാ പിള്ളേര്? സലോമി തിരക്കി. ഇവിടുത്തെ സ്റ്റാഫാ, ഉയരം കുറഞ്ഞവൾ സ്റ്റെല്ല. അവളെയാണോ സോളമൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത്? അമ്പരപ്പോടെ സലോമി ജൂലിയെ നോക്കി. അവളൊന്ന് മൂളി. പെട്ടെന്ന് ജൂലിയുടെ മൊബൈൽ റിങ് ചെയ്തു. അവൾ ഫോൺ എടുത്ത് നോക്കി. സീവറായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ശവസംസ്കാരം കഴിഞ്ഞു. ഞാനിപ്പോ അശോകിനോടൊപ്പം ഹോട്ടൽ ബ്ലൂസിയിലേക്ക് പോവുകയാണ്. 1 മണിക്കൂർ കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് വരാം. സേവറാണ് മോളെ. എനിക്കിന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോണം. നിനക്കറിയാലോ അവിടുത്തെ കാര്യങ്ങൾ. ആന്റി വിഷമിക്കണ്ട,
ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ആന്റിയെ വീട്ടിൽ കൊണ്ടുപോയി വിടും. സമയം ഇഴഞ്ഞു. സലോമി ചായ വാങ്ങിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയി. ജൂലി ടോയ്ലറ്റിലേക്ക് കയറി. അയ്യോ! അവൾ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി. ടോയ്ലറ്റിൽ നിന്നും സ്റ്റെല്ല ചാടി ഇറങ്ങി. നീ നീ എന്തിന് ഇതിനകത്ത് കയറി നിന്നു? ജൂലി അമ്പരന്ന് പോയി. നിന്നെ തനിച്ചൊന്ന് കാണാൻ. സ്റ്റെല്ലയുടെ ശബ്ദത്തിലെ മാറ്റം ജൂലി ശ്രദ്ധിച്ചു. അവൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചപ്പോൾ കടവായിലൂടെ പുറത്തേക്ക് നീണ്ടിരിക്കുന്ന കോമ്പലുകൾ ജൂലി കണ്ടു. സ്റ്റെല്ല, നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. പറ്റാൻ പോകുന്നത് നിനക്കാണ്. അവൾ ജൂലിയുടെ നേർക്ക് വന്നു. ജൂലി വാതിലിന് നേരെ ഓടി. പക്ഷെ മിന്നൽ പോലെ സ്റ്റെല്ല മുന്നിൽ ചാടി വീണ് വഴി തടഞ്ഞു. അപ്പോൾ സ്റ്റെല്ലയുടെ വയറ്റിൽ നിന്നും ചെന്നായുടെ ഓലിയിടൽ ഉയർന്നു. അവൾ വയറിൽ അമർത്തിപ്പിടിച്ചു. പിന്നെ ചുരിദാറിന്റെ ടോപ്പ് വലിച്ചൂരി. അടിവയർ മുഴച്ചു വരുന്നത് ജൂലി കണ്ടു. സ്റ്റെല്ല വേദന കൊണ്ട് പിടഞ്ഞു. അയ്യോ അമ്മേ! അവളുടെ നിലവിളി കേട്ട് ജൂലി സ്തംഭിച്ചു നിന്നു. പെട്ടെന്ന് രക്തം കട്ടയാക്കുന്ന ആ കാഴ്ച കണ്ട് ജൂലി ഞെട്ടിവിറച്ചുപോയി. സ്റ്റെല്ലയുടെ അടിവയറ്റിൽ ബ്ലേഡ് കൊണ്ട് കീറുന്നത് പോലെ നീളത്തിൽ ഒരു വര വീണു. പിന്നെ അത് പിളർന്ന് ചെന്നായക്കുഞ്ഞിനെ പോലെ ഒരു വിചിത്ര ജന്തു താഴേക്ക് വീണു. ഒപ്പം കുറെ ചോരക്കട്ടകളും. നിലത്ത് വീണ ജന്തു എണീറ്റ് നിന്നു. എന്നിട്ട് ചെന്നായ ഓരിയിടുന്നത് പോലെ ഒരു ശബ്ദം കേൾപ്പിച്ചു. പിന്നെ ജനാലയിലൂടെ പുറത്തേക്ക് എടുത്തു ചാടി. എന്തു ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് പോയ ജൂലി ഓടിച്ചെന്ന് സ്റ്റെല്ലയുടെ നാഡി പരിശോധിച്ചു. സ്റ്റെല്ല മരിച്ചു കഴിഞ്ഞിരുന്നു. ജൂലി വാതിൽ തുറന്ന് പുറത്തിറങ്ങി വരാന്തയിലൂടെ ഓടി. ലോലിത കുളി കഴിഞ്ഞ് ഗൗൺ അണിഞ്ഞുകൊണ്ട് കിടപ്പുമുറിയിലേക്ക് വന്നു. പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ചീപ്പെടുത്തു. പെട്ടെന്ന് വാതിലിൽ ആരോ തട്ടി. ആരാ? അവൾ എണീറ്റ് ചെന്നു. മാഡം, റൂം ബോയാണ്. അവൾ വാതിലിന്റെ ലോക്ക് എടുക്കാൻ നോക്കി. അത്ഭുതം, അത് പൂട്ടിയിരുന്നില്ല. ലോലിത വാതിൽ തുറന്നു. അവൾ ഓർഡർ ചെയ്ത ആഹാര സാധനങ്ങൾ റൂം ബോയ് മേശപ്പുറത്ത് വെച്ചു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ മാഡം? ഇല്ല, ഉണ്ടെങ്കിൽ പറയാം. ആ, മാഡത്തിനെ അന്വേഷിച്ച് ഒരാൾ ഇങ്ങോട്ട് വന്നിരുന്നു. എപ്പോ? ലോലിത അമ്പരന്നു. 10 മിനിറ്റായി കാണും. എന്നിട്ട് മാഡം അദ്ദേഹത്തെ കണ്ടില്ലേ? ഇല്ല, ഞാൻ ബാത്റൂമിലായിരുന്നു. എന്നാൽ ചിലപ്പോ മടങ്ങിപ്പോയി കാണും. റൂം ബോയ് പോയതും ലോലിത വാതിലടച്ചു. താൻ വാതിൽ ലോക്ക് ചെയ്തിട്ടാണല്ലോ കുളിക്കാൻ കയറിയത്. പിന്നെ എങ്ങനെ ലോക്ക് തുറന്നു? അത് ഓർത്തപ്പോൾ അവൾക്ക് പേടി തോന്നി. ഫെലിക്സിയുടെ ഗുണ്ട ജാക്കിയുടെ മുഖമാണ് മനസ്സിലേക്ക് വന്നത്. മുറിക്കുള്ളിൽ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെന്നും നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. പക്ഷെ വാതിലിന്റെ ലോക്ക് തുറന്നത് എങ്ങനെയാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ലോലിതയുടെ മുറിയിൽ കയറിയ അജ്ഞാതനായ മനുഷ്യന് അത് അവൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയാൽ മതിയായിരുന്നു. തന്റെ ആവശ്യം കഴിഞ്ഞതും അയാൾ സ്ഥലം വിട്ടു. തന്നെ അന്വേഷിച്ച് വന്നത് ആരാണെന്ന് എത്ര ചിന്തിച്ചിട്ടും ലോലിതയ്ക്ക് മനസ്സിലായില്ല. താൻ ഹോട്ടൽ ബ്ലൂസിയിൽ ഉള്ളതെന്ന് അറിയാവുന്നവർ 2 പേരേ ഉള്ളൂ, അശോകും ദേവൻ സാറും. പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞാണ് അശോക് വന്നത്. അയാൾക്കൊപ്പം ദേവനും സേവ്യറും ഉണ്ടായിരുന്നു. സേവ്യറെ കണ്ട് ലോലിത പുഞ്ചിരിച്ചു. നീ ഇവിടെ ഒളിച്ചു താമസിക്കുകയാണെന്ന് അശോക് പറഞ്ഞു. നിന്റെ അജ്ഞാതവാസം തീരാറായില്ലടി മോളെ. സേവ്യർ അവളെ തോളത്ത് തട്ടി. എന്റെ ശത്രുക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അജ്ഞാതവാസവും നീളും. ഡോക്ടറുടെ ശവസംസ്കാരം കഴിഞ്ഞോ? ഉവ്, ആ അധ്യായം പര്യവസാനിച്ചു. അപ്പൊ സിസ്റ്റർ? അവൾ ഹോസ്പിറ്റലുണ്ട്. ഞാനിപ്പോ വിളിച്ചതേ ഉള്ളൂ. സോളമന്റെ മരണം അവൾക്കൊരു ഷോക്കായിപ്പോയി. സേവ്യർ ഒന്ന് നിശ്വസിച്ചു. അതൊക്കെ പോട്ടെ, ഷൂട്ടിംഗ് ഇങ്ങോട്ട് മാറ്റിയത് നന്നായി. നിങ്ങളല്ലാതെ ആരെങ്കിലും ആ കാട്ടിനുള്ളിൽ ഷൂട്ടിംഗ് വെക്കുമോ? ഷിഫ്റ്റിങ്ങിന്റെ ചെലവൊന്നുമില്ലേ മച്ചുവേ? സേവ്യർ അശോകിനോട് ചോദിച്ചു. പിന്നെന്താ? അവൻ ചിരിച്ചുകൊണ്ട് ബെല്ലമർത്തി. എന്ത് വേണമെന്ന് ബോയ് വരുമ്പോ പറഞ്ഞാ മതി. സമയമില്ല, 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കോളാമെന്ന് ജൂലിയോട് ഞാൻ പറഞ്ഞതാ. സമയമൊക്കെയുണ്ട്, നീ അവിടെ ഇരിക്കേ. അശോക് സേവ്യറിനെ പിടിച്ചിരുത്തി. ദേവൻ സാർ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല, ഞാൻ നാളെ എടുക്കേണ്ട ചില രംഗങ്ങളെ കുറിച്ച് ആലോചിച്ചതാണ്. അശോക് എല്ലാവരെയും വിളിച്ചു പറഞ്ഞില്ലേ? ഉവ്, അവർ 6 മണിയാകുമ്പോ ഇങ്ങോട്ട് എത്തിക്കൊള്ളും. സുനിലും യമുനയും പുറത്തേക്ക് പോയിട്ട് ഇതുവരെ മടങ്ങി വന്നില്ലെന്ന് ജയറാം പറഞ്ഞു. അവർ ഇങ്ങോട്ട് പോയി? ദേവന്റെ നെറ്റി ചുളിഞ്ഞു. സുനിലിന്റെ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലാണെന്ന് ഫോൺ വന്നിട്ട് പോയതാ. അതിന് യമുന എന്തിനു പോയി? അവന് തനിച്ചു പോയാൽ മതിയായിരുന്നല്ലോ. എനിക്കറിയില്ല, ഷൂട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് ബോറടിച്ചപ്പോ പോയതായിരിക്കും. അമ്മയെ കാണാനില്ല. ഇനി മകളുടെ കാര്യത്തിലും ഞാൻ സമാധാനം പറയേണ്ടി വരുമോ? ദേവൻ ദേഷ്യപ്പെട്ടു. അവൾ വൈകുന്നേരം തിരിച്ചെത്തും. സാർ ടെൻഷൻ അടിക്കണ്ട, ഞാനൊന്ന് വിളിച്ചു നോക്കാം, അശോക് പറഞ്ഞു. അയാൾ സുനിലിന്റെ നമ്പർ ഡയൽ ചെയ്തു. സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ.
അവൻ അവളെ അടിച്ചുകൊണ്ട് നാട് വിട്ടതാണോ? സേവ്യർ തമാശ രൂപത്തിൽ പറഞ്ഞു. ആ പയ്യൻ അത്തരക്കാരനല്ല. ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവനാ. ഒരു പീറ പെണ്ണുമായി നാട് വിടാൻ മാത്രം മണ്ടനൊന്നല്ല അവൻ. അശോക് തന്റെ അഭിപ്രായം പറഞ്ഞു. എന്തായാലും രാത്രിയെങ്കിലും എത്താതിരിക്കില്ല. വാതിലിൽ ആരോ മുട്ടി. അശോക് വാതിൽ തുറന്നു. റൂം ബോയ് ആയിരുന്നു. എന്താ സർ? അശോക് ആവശ്യമുള്ള മദ്യത്തിന് ഓർഡർ ചെയ്തു. എനിക്ക് 2 ബിയർ, ലോലിത പറഞ്ഞു. യമുന വെള്ളത്തിലൂടെ കുറച്ച് താഴേക്ക് ഒഴുകിപ്പോയിരുന്നു. സുനിൽ അവളെ പിടിക്കാനായി ആഞ്ഞു തുഴഞ്ഞു. ആഴം അധികമില്ലെങ്കിലും നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് തലപൊക്കി നോക്കിയ സുനിൽ പുഴതീരത്തു കൂടി തങ്ങളെ ഉന്നം പിടിച്ച് ഓടി വരുന്ന ചെന്നായെ കണ്ടു. നാശം, ആ ജന്തു പിന്നാലെ തന്നെ ഉണ്ടല്ലോ. എങ്ങനെ ഇതിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടും? തൊട്ടു മുന്നിൽ ആ കാഴ്ച കണ്ട് സുനിൽ നടുങ്ങിപ്പോയി. 30 അടി ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നു. യമുനയെ കാണാനില്ല. അവൾ വെള്ളച്ചാട്ടത്തിൽ വീണിട്ടുണ്ടാകും. സുനിലിന് ദേഷ്യവും സങ്കടവും വന്നു. യമുനയെ കണ്ടില്ലെങ്കിൽ താൻ ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരും? അവളെ രാവിലെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുവരുന്നത് എല്ലാവരും കണ്ടതാണ്. ഓർത്തപ്പോൾ തല പെരുക്കുന്നത് പോലെ തോന്നി. വെള്ളച്ചാട്ടത്തിൽ വീഴാതെ കരയ്ക്ക് കയറാൻ സുനിൽ ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷെ അതൊക്കെ വിഫലമായതേ ഉള്ളൂ. ഒരു നിലവിളിയോടെ സുനിൽ വെള്ളച്ചാട്ടത്തിൽ വീണ് അപ്രത്യക്ഷമായി. ഒരു പാറക്കല്ലിൽ പിടിച്ചു കിടക്കുകയായിരുന്നു യമുന. തന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാകും വെള്ളച്ചാട്ടത്തിൽ വീഴാതെ രക്ഷപ്പെട്ടത്. അവൾ എണീറ്റ് കരയിലേക്ക് കയറി. ശരീരം മുഴുവൻ പരിക്കുകളായിരുന്നു. വല്ലാത്തൊരു നീറ്റൽ. അവൾ ചുറ്റും നോക്കി. സുനിൽ എവിടെ? സുനിൽ, സുനിൽ! യമുന തൊണ്ട പൊട്ടുമാറ് ഉച്ചത്തെ വിളിച്ചുകൂവി. പക്ഷേ മറുപടി ഒന്നും ഉണ്ടായില്ല. സുനിൽ വെള്ളച്ചാട്ടത്തിൽ വീണുപോയെന്ന് തന്നെ അവൾക്ക് തീർച്ചയായി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് യമുന പാറപ്പുറത്തിരുന്നു. ഇനി എന്തു ചെയ്യും? അവൾക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. യോൺജിന്റെ അടുക്കലെത്താൻ തനിക്ക് കഴിയുമോ? നേരം വൈകുകയാണെന്ന ചിന്ത അവളെ കർമ്മനിരതയാക്കി. എങ്ങനെയെങ്കിലും ആദിവാസികളുടെ കുടിലെത്തിയാൽ പുറത്തു കിടക്കാനുള്ള വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. അവൾ എണീറ്റ് നിന്നു. കൈകാലുകളിൽ അസഹ്യമായ വേദന. മുടന്തി മുടന്തി നടന്നു. മിഡിയും ടോപ്പും നനഞ്ഞു കുതിർന്നതുകൊണ്ട് വേഗത്തിൽ നടക്കാനും പറ്റില്ല. യമുന ചുറ്റും നോക്കി. ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ കണ്ടു. അവൾ അതിന്റെ മറവിലേക്ക് മാറി നിന്നു. പരിസരം ആകെ നോക്കി. അവിടെ എങ്ങും ആരുമില്ലായിരുന്നു. മിഡിയും ടോപ്പും ഊരിയെടുത്ത് നന്നായി പിഴിയാൻ തുടങ്ങി. ഷഡ്ഡിയും ബ്രേസറും ഇട്ടുകൊണ്ട് നിൽക്കുന്ന അവളെ മരങ്ങൾക്കിടയിലൂടെ 2 കണ്ണുകൾ നോക്കുന്നുണ്ടായിരുന്നു. പിന്നിൽ കരിയിലകൾ ഞെരിഞ്ഞമർന്നു. ഞെട്ടലോടെ യമുന തിരിഞ്ഞു നോക്കി. അവൾക്ക് മുന്നിൽ തൊപ്പി വെച്ചൊരു മനുഷ്യൻ നിൽക്കുന്നു. യമുന നിലവിളിക്കാൻ മറന്നുപോയി. അയാൾ അവളുടെ നേരെ ചുവടുകൾ വെച്ചു. പള്ളിയിൽ വെച്ച് കണ്ട തൊപ്പിക്കാരന്റെ ഓർമ്മ വന്നതും യമുന ഞെട്ടിവിറച്ചു. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ! അവൾ നിലവിളിച്ചെങ്കിലും പേടി കാരണം ശബ്ദം പുറത്തേക്ക് വന്നില്ല. അയാൾ അവളുടെ തൊട്ടടുത്ത് വന്നു നിന്നു. തലയിലിരിക്കുന്ന തൊപ്പി കാരണം മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇടതു തോളിൽ ഒരു തൂക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ തലയിലിരുന്ന തൊപ്പി പിന്നോട്ട് തട്ടി. അത് ഊരി കഴുത്തിൽ തൂങ്ങിക്കിടന്നു. നീ ആരാ? എന്തിനീ കാട്ടിൽ വന്നു? അയാൾ വാ പൊളിച്ചപ്പോൾ പുകയിലക്കറ പിടിച്ച പല്ലുകൾ കണ്ടു. ഇയാൾ താൻ ഉദ്ദേശിച്ച തൊപ്പിക്കാരനല്ലെന്ന് അവൾക്ക് തോന്നി. ഞാൻ വഴിതെറ്റി വന്നതാണ്, അവൾ ഡ്രസ്സ് ധരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അത് നീ ധരിക്കണ്ട. അതില്ലാതെ തന്നെ നീ സുന്ദരിയാണ്. അയാൾ ഉറക്കെ ചിരിച്ചു. പിന്നെ കുറ്റിരോമം നിറഞ്ഞ തലയിൽ ഒന്ന് തടവി. വേട്ടയ്ക്കിറങ്ങിയപ്പോ നിന്നെപ്പോലൊരു ഇര വലയിൽ വന്ന് വീഴുമെന്ന് ഞാൻ കരുതിയില്ല. അയാൾ തൂക്ക് കല്ലിന്റെ പുറത്ത് വെച്ചിട്ട് അവളെ നോക്കി ചിരിച്ചു. പിന്നെ ഒറ്റ കുതിപ്പിന് യമുനയെ കരവലയത്തിലാക്കി. കൊള്ളാം, ഒരു സിനിമാ നടിയെ പോലെ നീ സുന്ദരിയാണ്. അയാൾ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചപ്പോൾ പട്ടച്ചാരായത്തിന്റെ തല തെറിപ്പിക്കുന്ന ഗന്ധമുയർന്നു. യമുനയ്ക്ക് ഓക്കാനം വന്നു. വിട്, എന്നെ വിടാൻ! അവൾ അയാളുടെ മാറത്ത് 2 കൈയും കൊണ്ടിടിച്ചു. ചവിട്ടും തൊഴിയുമുള്ള മൃഗങ്ങളെ ഇണക്കുന്നതാണ് എനിക്കിഷ്ടം. യമുന പിടഞ്ഞു മാറാൻ ഒരു ശ്രമം നടത്തി നോക്കി. അടങ്ങി നിൽക്കടി! ഒരു കാട്ടുമൃഗത്തെ പോലെ അയാൾ യമുനയുടെ ബ്രേസിയർ വലിച്ചു പൊട്ടിച്ചു. ഓടാൻ ശ്രമിച്ച യമുനയുടെ കരണത്ത് അയാളുടെ കൈ ആഞ്ഞു പതിച്ചു. മര്യാദയ്ക്ക് നിന്നോ, അല്ലെങ്കിൽ കൊന്നുകളയും! അയാൾ മുരണ്ടു. നിമിഷങ്ങൾ യമുന കുതറുകയും പിടയുകയും ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത നിമിഷം കാട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാളൊന്ന് അലറി. ആരാണ് നിലവിളിച്ചതെന്നും എന്താണ് സംഭവിച്ചതെന്നും കുറച്ചു നേരത്തേക്ക് യമുനയ്ക്ക് മനസ്സിലായില്ല. തന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവന്റെ പിടിയായിരുന്നത് അവൾക്ക് മനസ്സിലായി. അയാളെ ദേഹത്തു നിന്നും തള്ളി താഴെ ഇട്ടിട്ട് യമുന ചാടി എണീറ്റു. അപ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന കാക്കി വേഷധാരിയെ അവൾ കണ്ടത്. അവൾ കൈകൾ 2 മാർത്ത് ചേർത്ത് പിടിച്ചു. കുട്ടി പേടിക്കണ്ട,
ഇയാൾ ഇനി കുട്ടിയെ ഉപദ്രവിക്കില്ല. കാക്കി വേഷധാരി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾക്ക് 50 വയസ്സിന് മേൽ പ്രായമുണ്ടെന്ന് യമുനയ്ക്ക് തോന്നി. അവൾ വീണുകിടന്ന തന്റെ ഉടുവസ്ത്രങ്ങൾ വാരിയെടുത്തു. കുട്ടി വസ്ത്രങ്ങൾ ധരിച്ചു വന്നോളൂ, ഞാനിവിടെ നിൽക്കാം. അയാൾ പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമായി. ശത്രുവല്ലെന്ന് തോന്നുന്നു. കാക്കി വേഷം കണ്ടിട്ട് ഫോറസ്റ്റ് ഗാർഡായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. യമുന വേഗം മിഡിയും ടോപ്പും അണിഞ്ഞുകൊണ്ട് അയാൾക്കരികിലേക്ക് വന്നു. തൊപ്പിവെച്ച മനുഷ്യന്റെ അടുത്ത് കുനിഞ്ഞിരുന്ന് അയാൾക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു കാക്കിധാരി. ചത്തിട്ടില്ല. എന്റെ അടി കൊണ്ട് തല മരവിച്ച് കാണും. മരവിപ്പ് മാറുമ്പോ എണീറ്റ് പോയിക്കോളും. കുട്ടി ഇവിടെ നിൽക്കണ്ട, എന്റെ ഒപ്പം പോന്നോളൂ. സാറിനെ എനിക്ക് മനസ്സിലായില്ല, അവൾ സംശയത്തോടെ പറഞ്ഞു. ഈ കാക്കി കണ്ടിട്ട് മനസ്സിലായില്ലേ? എനിക്ക് പറയാം. ഞാനൊരു ഫോറസ്റ്റ് ഗാർഡാണ്. പേര് പ്രതാപൻ. ആദിവാസി ഊരിനപ്പുറം ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെയാണ് എന്റെ താമസം. കുട്ടി എങ്ങനെ കാട്ടിൽ വന്നു? യമുന ഉണ്ടായതെല്ലാം പ്രതാപനോട് പറഞ്ഞു. മൈ ഗോഡ്, ആ തൊപ്പിക്കാരൻ നിസ്സാരക്കാരനല്ല. യമുന അത്ഭുതഭാവത്തിൽ അയാളെ നോക്കി. സാറിന് തൊപ്പിക്കാരനെ അറിയാമോ? അയാൾ ഈ ആദിവാസി ഗ്രാമത്തിൽ നിന്നും കുറെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഒന്നിനെക്കുറിച്ചും ഒരു വിവരവുമില്ല. പള്ളിക്കകത്തെ നിലവറയിൽ കണ്ട അസംഖ്യ ശവശരീരങ്ങളുടെ കാര്യം യമുന ഓർത്തു. തൽക്കാലം അതൊന്നും ഇയാളോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ രക്ഷപ്പെട്ടോന്ന് നമുക്ക് അന്വേഷിക്കാം. ഈ കാടും പുഴയും കൈവള്ളിയിൽ എന്ന പോലെ അറിയാവുന്ന ആദിവാസികളുണ്ട്. നമുക്ക് അവരെ കൊണ്ട് അയാളെ കണ്ടെത്താം. നേരം വൈകുന്നു. ഇനി നിന്ന ആപത്താണ്. വരൂ, എന്റെ വീട്ടിലേക്ക് പോകാം. സാർ, എനിക്കിപ്പോ തന്നെ യൂണിറ്റ് അംഗങ്ങളുടെ അടുത്തെത്തണം. അല്ലെങ്കിൽ കരയുന്ന മട്ടിൽ യമുന പ്രതാപനെ നോക്കി. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അവരെ ഫോണിൽ വിളിച്ച് വിവരം പറയാം. അല്ലാതെ ഇവിടെ നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല. കാട്ടുപുല്ലുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രതാപൻ മുന്നോട്ട് നടന്നു. യമുന ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ പിന്നാലെ വന്ന ചെന്നായ എവിടെ പോയി മറിഞ്ഞു? അതിനിയും പിറകെ വരുമോ? അയാൾ ആരാ സാറേ? യമുന തിരക്കി. ആര്? നിന്നെ ആക്രമിച്ചവനോ? അതെ, അവൻ ഈ പുഴയ്ക്ക് അക്കരെയുള്ളതാ. വേട്ടക്കാരനാണ്. തരം കിട്ടിയ പെൺകുട്ടികളെ പിഴപ്പിക്കും. അവനെതിരെ ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട്. പോലീസോ ഫോറസ്റ്റുകാരോ വരുമ്പോ അവൻ കാട്ടിൽ കയറി ഒളിക്കും. ഒരിക്കലും അവനെ പിടിക്കാൻ കിട്ടില്ല. എങ്കിൽ ഇന്ന് അവനെ സാറിന് പിടികൂടാമായിരുന്നില്ലേ? തൽക്കാലം അവൻ അത് മതി. ഒരാഴ്ച കിടക്കാനുള്ള വക ഞാൻ കൊടുത്തിട്ടുണ്ട്. കാലിന്റെ അസ്ഥി പൊട്ടിയിട്ടുണ്ടോന്ന് സംശയമുണ്ട്. ബാക്കി ആദിവാസികൾ കൊടുത്തോളും. അവർ നടന്നു നടന്ന് ആദിവാസി ഊരിലെത്തി. റാണിനെ കണ്ടതും ആദരവോടെ കുറെ ചെറുപ്പക്കാർ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ പെണ്ണുങ്ങളെ പിഴപ്പിക്കുന്ന കതിരിനെ ഞാൻ അടിച്ച് ബോധം കെടുത്തിയിട്ടുണ്ട്. പോയി അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ശിക്ഷ നടപ്പാക്കിക്കോ. അത് കേട്ട് സ്ത്രീകളും പുരുഷന്മാരും പ്രതാപന് ചുറ്റും ആർപ്പ് വിളിച്ചുകൊണ്ട് നൃത്തം ചവിട്ടി. മരുതേ, നിങ്ങൾ കുറച്ചുപേർ എനിക്കൊരു സഹായം ചെയ്യണം. പട്ടണത്തിൽ വന്ന ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ വെള്ളച്ചാട്ടത്തിൽ വീണ് കാണാതായി. നിങ്ങൾ പോയി അയാൾ ജീവനോടെ ഉണ്ടെന്ന് കണ്ടെത്തണം. ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പ്രതാപൻ പറഞ്ഞു. ശരി സർ, ഞങ്ങൾ ഇപ്പൊ തന്നെ പോകാം. ആദിവാസി ഊരിലെ ചെറുപ്പക്കാർ 2 സംഘമായി പിരിഞ്ഞു. ഒരു സംഘം സുനിലിനെ തേടിയും മറു സംഘം ഖദറിനെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനുമായി പോയി. യമുനയും പ്രതാപനും ആദിവാസി ഗ്രാമം പിന്നിട്ട് മുന്നോട്ട് നടന്നു. ആ കാണുന്നതാണ് ക്വാർട്ടേഴ്സ്. പച്ചപുതച്ച മൊട്ടക്കുന്നിന്റെ താഴ്വാരത്തെ ഷീറ്റുമേഞ്ഞ കെട്ടിടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതാപൻ പറഞ്ഞു. 15 മിനിറ്റ് കൊണ്ട് അവർ ഊടുവഴിയിൽ നിന്നും ചമ്മൺ പാതയിലേക്ക് കയറി. ഇവിടുന്ന് 10 കിലോമീറ്റർ പോയാൽ പട്ടണത്തിലേക്കുള്ള റോഡിലെത്തും. താൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചുവെന്ന് യമുനയ്ക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും യൂണിറ്റ് അംഗങ്ങളുടെ അരികിൽ എത്തിയാൽ മതിയായിരുന്നു. സുനിലിന് ഒന്നും സംഭവിക്കരുതെന്നും അവൾ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. തന്റെ നിർബന്ധം കാരണമാണ് സുനിൽ ആ പഴയ പള്ളിയിൽ പോയി നോക്കാൻ തീരുമാനിച്ചത് തന്നെ. അവർ ക്വാർട്ടേഴ്സിലെത്തി. പ്രതാപൻ ബെല്ലടിച്ചതും വാതിൽ തുറന്നു. സുന്ദരിയായ ഒരു യുവതി. അവൾ പ്രതാപനെയും യമുനയും മാറി മാറി നോക്കി. എന്റെ മോളാ അനുപമ. പ്രതാപൻ ചിരിച്ചു. വരൂ. അവർ അകത്തേക്ക് കയറി. ആരാ അച്ഛത്? അനുപമ തിരക്കി. ഒക്കെ പറയാം മോളെ. നീ ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. വല്ലാത്ത വിശപ്പ്. ഇപ്പൊ കൊണ്ടുവരാം. അനുപമ അകത്തേക്ക് പോയി. യമുന മുറിക്കകത്ത് കണ്ണോടിക്കുകയായിരുന്നു. ചെറുതെങ്കിലും സൗകര്യമുള്ള മുറികൾ. യമുന ഇരിക്ക്. നല്ല ക്ഷീണം കാണും. നടന്നതൊന്നും പരിചയമുണ്ടാവില്ലല്ലോ, പ്രതാപൻ പറഞ്ഞു. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ വനവും അതിനെ പകുത്തുകൊണ്ടൊഴുകുന്ന പുഴയും കാണാമായിരുന്നു. അനുപമ ചായയും പഴം പുഴുങ്ങിയതും കൊണ്ടുവന്നു വെച്ചു. ഇതാരാണെന്ന് പറഞ്ഞില്ല? മോളെ, ഇതൊരു സിനിമാ നടിയാണ്. പേര് യമുന. അനുപമ അത്ഭുതത്തോടെ യമുനയെ നോക്കി. പ്രതാപൻ ഉണ്ടായ സംഭവങ്ങൾ ചുരുക്കി പറഞ്ഞു. എല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു അനുപമ.
അനുപമ പഠിക്കുന്നുണ്ടോ? യമുന അവിടെ നോക്കി ചിരിച്ചു. ഉവ്വ്, ഡിഗ്രി ഫൈനൽ ഇയർ. ഇപ്പോ കോളേജ് അവധിയാണോ? അതെ, കോളേജിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ കോളേജ് 2 ആഴ്ച അടച്ചു. കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോ ഇവൻ എന്റെ കൂടെ പോന്നു. വേണ്ടെന്ന് പറഞ്ഞ കേക്കണ്ടേ? ചായ നുണഞ്ഞുകൊണ്ട് പ്രതാപൻ പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് യമുനയും അനുപമയും ചിരപരിചിതരെ പോലെയായി. മോളെ, ആ നമ്പർ പറയും. നിങ്ങളുടെ പ്രൊഡ്യൂസറുടെ. ഞാൻ വിളിക്കാം. യമുന അശോകിന്റെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. പ്രതാപൻ ലാൻഡ് ഫോണിൽ അശോകിനെ വിളിച്ചു. അയാളെ ലൈനിൽ കിട്ടിയതും യമുനയ്ക്ക് കൊടുത്തു. സാർ, ഇത് യമുനയാണ്. അവൾ സംഭവിച്ചതെല്ലാം അശോകിനോട് പറഞ്ഞു. ഇത് ഏതാ സ്ഥലം? ഞാൻ പ്രതാപൻ സാറിന് കൊടുക്കാം. അവൾ റിസീവർ കൈമാറി. പ്രതാപൻ സ്ഥലവും അങ്ങോട്ട് വരാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. സാറേ, രാവിലെ വരുന്നതാവും നല്ലത്. വഴിയിൽ കാട്ടാനക്കൂട്ടം ഉണ്ടാവും. യമുനെ ഓർത്ത് വിഷമിക്കണ്ട, എന്റെ മോള് കൂട്ടുണ്ട്. പിന്നെ കാണാതായ ആളെ കണ്ടെത്താനുള്ള ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രതാപൻ ഫോൺ വെച്ചു. എന്താ സർ പറഞ്ഞത്? അവരോട് രാവിലെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. രാത്രി വീണ്ടും ആ തൊപ്പിക്കാരന്റെ മുന്നിൽ ചെന്ന് ചാടണ്ട. നിങ്ങൾ അയാളുടെ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞു. ഇനി സൂക്ഷിക്കണം. ആ ബൈക്ക് എടുത്ത് മരക്കൊമ്പിൽ വെച്ചത് അവനായിരിക്കും. നിങ്ങൾ രക്ഷപ്പെടാതിരിക്കാൻ. അമാനുഷികമായ ഒരു ശക്തിയാണ് അവനെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഈ കാട്ടിലേക്ക് അനുപമയെ കൊണ്ടുവരണ്ടായിരുന്നു. എനിക്ക് ആരെയും പേടിയില്ല. അവൻ വന്നാ പുകച്ചു കളയും. പ്രതാപൻ മേശവലിപ്പിൽ നിന്ന് തോക്കെടുത്ത് കാണിച്ചു. യമുനയ്ക്ക് അല്പം ധൈര്യമൊക്കെ തോന്നി. എങ്കിൽ രാത്രിയിൽ തന്നെ തേടി അയാൾ വരുമോ എന്ന ശങ്കയും അവൾക്കുണ്ടായിരുന്നു. നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു. അവർ പ്രതീക്ഷിച്ചതുപോലെ രാത്രി വന്നെത്തി. കാട്ടാറിന്റെ മുഴക്കവും രാത്രിഞ്ചരന്മാരുടെ ശബ്ദവും നിശബ്ദതയെ ഭഞ്ചിച്ചു കൊണ്ടിരുന്നു. ഇവിടെ തനിച്ച് താമസിക്കുന്ന സാറിന് സമ്മതിക്കണം, അത്താഴമേശയിൽ വെച്ച് യമുന പറഞ്ഞു. ഞാൻ സ്ഥലമാറ്റത്തിന് ശ്രമിക്കുന്നുണ്ട്. കിട്ടിയാൽ ശിഷ്ടകാലം സ്വന്തം നാട്ടിൽ കഴിയാം. യമുന അനുപമയ്ക്കൊപ്പമാണ് കിടന്നത്. തൊട്ടടുത്ത മുറിയിൽ പ്രതാപനും. പകലത്തെ യാത്രാക്ഷീണം കാരണം യമുന കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. അനുപമ ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു. യമുന പറഞ്ഞ കഥ കേട്ട് അവൾ ആകെ പേടിച്ചു പോയിരുന്നു. അച്ഛന്റെ ഒപ്പം കാട്ടിലേക്ക് പോരേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. കാട്ടിൽ എവിടെ നിന്നോ ഒരു ചെന്നായി ഓരിയിടുന്ന ശബ്ദം കേട്ടതും അവളൊന്ന് ഞെട്ടി. യമുനയെ നോക്കി. അവൾ കൂർക്കം വലിച്ച് സുഖമായി ഉറങ്ങുന്നു. പെട്ടെന്ന് ജനാലയ്ക്ക് പുറത്തുകൂടി ഒരു രൂപം മാറിയതുപോലെ അനുപമയ്ക്ക് തോന്നി. അവൾക്ക് ഉൾക്കിടലമുണ്ടായി. പേടിച്ച് മിണ്ടാൻ പറ്റുന്നില്ല. തൊണ്ട വരണ്ടു. അച്ഛാ എന്ന് വിളിക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. ജനാല പതുക്കെ ചലിക്കുന്നത് അനുപമ കണ്ടു. അതിന്റെ പാടുകൾ തുറന്നു. പുറത്തെ മങ്ങിയ വെളിച്ചത്തിൽ തൊപ്പി വെച്ച് ദീർഘകായനായ ഒരു മനുഷ്യൻ അകത്തേക്ക് നോക്കുന്നത് അനുപമ കണ്ടു. യമുന പറഞ്ഞ അതേ തൊപ്പിക്കാരൻ. പേടികൊണ്ട് അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ ഹൃദയമെടുപ്പ് ഇപ്പൊ നനച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി. അവൾ യമുനയെ വിളിക്കാൻ കൈനീട്ടി. തന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് വിറകുകൊള്ളി പോലെ ഇരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. തൊട്ടടുത്ത മുറിയിൽ നിന്നും അച്ഛൻ ചുമക്കുന്ന ശബ്ദം കേട്ടതും അവളൊന്ന് നിശ്വസിച്ചു. പുറത്തുനിന്ന് ചെന്നായുടെ ഓലിയിടൽ കേട്ടു. തല തിരിച്ച് ജനാലയിലേക്ക് നോക്കിയപ്പോ അമ്പരന്ന് പോയി. ആ തൊപ്പിക്കാരന്റെ രൂപം കാണാനില്ല. രാവിലെ ഉണർന്നെണീറ്റ അനുപമ തൊട്ടടുത്ത യമുനയെ കാണാതെ പരിഭ്രമിച്ചു. തലേന്ന് രാത്രിയിലെ സംഭവം ഓർമ്മ വന്നതും അവർ നിലവിളിച്ചുകൊണ്ട് പ്രതാപന്റെ അടുത്തേക്ക് ഓടി. ഹോട്ടൽ ബ്ലൂസിയിലെ VIP സ്യൂട്ടിൽ തീറ്റയും കുടിയുമായി നേരം കടന്നുപോയി. അലക്സാണ്ടർ ഫെലിക്സി അല്ല. അവന്റെ തൊന്ത വന്നാൽ പോലും ഒരു പുല്ലും ചെയ്യില്ല. നീ ധൈര്യമായിട്ട് 2 ബിയർ പിടിപ്പിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്കുവേണേ. മധ്യ ഗ്ലാസ് സിപ്പ് ചെയ്തുകൊണ്ട് അശോക് പറഞ്ഞു. അവന്റെ തലയ്ക്ക് നന്നായി ലഹരി ബാധിച്ചു തുടങ്ങിയിരുന്നു. സമയം 11 ജൂലി തനിച്ചേ വീട്ടിലുള്ളൂ. ഞാൻ പോട്ടെ. സേവർ ജോൺ ആടിക്കൊണ്ട് എണീറ്റു. പോകാൻ വരട്ടെ ചങ്ങാതി, ഇത് ഫിനിഷ് ചെയ്തിട്ട് പോകാം. സ്കോച്ച് വിസ്കിയുടെ ഒരു ബോട്ടിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് അശോക് പറഞ്ഞു. അത് നാളെ നിനക്ക് ദേവസാനം തീർക്കാം. ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നതിന്റെ ചെലവ്. അവൻ വാതിൽക്കിലെത്തി. ഞാൻ ദേവസാറിനോട് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വരാം. വേണ്ട, സാർ ഉറങ്ങിക്കാണും. രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് ഉള്ളതാ. സ്ഥലം വിടാൻ നോക്ക്. നീ എന്നെ അങ്ങനെ പറഞ്ഞു വിടാറായോ? അവൾ എന്തിയെ? എടി ലോലു, നിന്നെ അന്വേഷിച്ചു വന്നത് ഫെലിക്സിയുടെ ആളാണെങ്കിൽ അവന്റെ കാര്യം ഞാൻ ഏറ്റു. അതൊക്കെ നാളെ സംസാരിക്കാൻ സേവറെ. വൈകുന്നേരം പെങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി വന്നയാളാ. സമയം ഇപ്പോഴെത്രയായെന്ന വിചാരം? സേവറിന്റെ സംസാരം ഇഷ്ടപ്പെടാത്ത മട്ടിൽ ലോലിത പറഞ്ഞു. അവളോട് തനിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ ഞാൻ വിളിച്ചു പറഞ്ഞതാടി. സേവറെ, എനിക്കൊന്ന് ഉറങ്ങണം. 2 ദിവസമായി പേടി കാരണം ഉറങ്ങിയിട്ട്. ഇന്ന് പേടിക്കാതിരിക്കാൻ കൂട്ടിനിവനുണ്ടല്ലോ.
നിന്റെ ലോക്കൽ ഗാർഡിയൻ, ദ ഗ്രേറ്റ് അശോക്. സേവ്യറെ, നീ ഇപ്പൊ തന്നെ ഓവറാണ്. ജൂലി തനിച്ചേ ഉള്ളൂ. വേഗം വീട്ടിലോട്ട് ചെന്ന് പറ്റാൻ നോക്ക്. കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹോട്ടലിലിട്ട് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോടാ. അപ്പൊ ഗുഡ് നൈറ്റ്. സേവർ ജോൺ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പിന്നെ വരാന്തയിലൂടെ ഇടറിയ കാൽവെപ്പോടെ മുന്നോട്ട് നടന്നു. സേവ്യർ ഓവറായ ആളുടെ കോംപ്ലക്സ് എല്ലാം പുറത്തു വരും. ബിയർ സിപ്പ് ചെയ്തുകൊണ്ട് ലോലിത അശോകിനെ നോക്കി. അയാൾ അടുത്ത ലാർജ് ഗ്ലാസ്സിലേക്ക് ഒഴുക്കിയായിരുന്നു. മതി, അവൾ തടഞ്ഞു. ഉറങ്ങണ്ടേ? അശോക് ഇത്രയധികം മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. അശോക് അവളുടെ കണ്ണിലേക്ക് നോക്കി. ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് സന്തോഷം ആഘോഷിക്കണമെന്ന് സേവ്യ പറഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ആ കാട്ടിൽ നിന്നും നമ്മളൊക്കെ രക്ഷപ്പെട്ടത് തന്നെ ഒരു അത്ഭുതമല്ലേ? അതിന്റെ സന്തോഷം കൂടിയാണെന്ന് കരുതിയാൽ മതി. പക്ഷേ കുരുക്കുകൾ നമ്മൾ അഴിച്ചു വരുമ്പോ വീണ്ടും കുരുകയാണല്ലോ. എന്തു കുരുക്കുകൾ? ആദ്യത്തേത് അലക്സാണ്ടർ ഫെലിക്സി. അവന് എന്നെ മാത്രമല്ല നോട്ടമുള്ളത്, അശോകിന്റെ ബിസിനസ് തകർക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഷൂട്ടിംഗ് തുടരണമെങ്കിൽ സുനിൽ ചന്ദ്രനും യമുനയും വരണം. യമുന കാട്ടിലെ ഫോറസ്റ്റ് ഗാർഡിന്റെ അടുത്തുണ്ട്. സുനിൽ ചന്ദ്രൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നാളെ പുലരാതെ അറിയാൻ പറ്റില്ല. ഷിറ്റ്! അശോക് മദ്യ ഗ്ലാസ് വലിച്ച് ഭിത്തിയിലേക്ക് ആഞ്ഞെറിഞ്ഞു. അശോക്, എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ആർക്കും. മുരണ്ടുകൊണ്ട് അശോക് കിടക്കിലേക്ക് മറിഞ്ഞു. രാവിലെ വനാതിർത്തിയിൽ പോയി യമുനയെ കൂട്ടിക്കൊണ്ടു വരണം. സുനിലിന്റെ കാര്യങ്ങൾ തിരക്കണം. കിടന്നുറങ്ങാൻ നോക്കുമോനെ. ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫാക്കി ലോലിത അവന്റെ സമീപത്ത് കയറി കിടന്നു. മോളെ, സേവർ വരാൻ വൈകുമെന്നല്ലേ പറഞ്ഞത്? നീ ഭക്ഷണം കഴിച്ച് കിടന്നോ? സലോമി ആന്റി പറഞ്ഞു. എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നില്ല. ആന്റി കഴിച്ചോളൂ. എന്നാ ഞാൻ ഒരു ചായ എടുക്കാം. കഴിക്കാൻ റൊട്ടിയും തരാം. സലോമി അടുക്കളയിലേക്ക് പോയതും ജൂലി ബാത്റൂമിൽ കയറി ലൈറ്റ് ഇട്ടതും വെന്റിലേഷനിൽ നിന്നും ഒരു വലിയ പുഴു താഴേക്ക് ചാടി. പെട്ടെന്ന് തറയിൽ അസംഖ്യ പുഴുക്കൾ നിറയ്ക്കുന്നത് പോലെ ജൂലിക്ക് തോന്നി. അവൾ വാതിൽ വലിച്ചടിച്ച് പുറത്തേക്ക് ചാടി. എന്തു പറ്റി മോളെ? ചായയുമായി വന്ന് സലോമി ചോദിച്ചു. അവൾ ബാത്റൂമിലേക്ക് കൈ ചൂണ്ടി. സലോമി വാതിൽ തുറന്നു നോക്കി. ഇവിടെ ഒന്നുമില്ല. മോൾ എന്താണ് കണ്ടത്? ജൂലി അത്ഭുതത്തോടെ വന്നു നോക്കി. എവിടെ പുഴുക്കൾ? തന്റെ തോന്നലാണോ എല്ലാം? സോളമന്റെ മരണം തന്റെ മനസ്സിന്റെ സമനില തെറ്റിച്ചോ? അങ്ങനെയാണെങ്കിൽ തന്റെ കൺമുന്നിൽ വെച്ചല്ലേ സ്റ്റെല്ല വയറു വളർന്ന് മരിച്ചു വീണത്? അതും തന്റെ തോന്നലാകുമോ? മോൾ എന്താണ് ആലോചിക്കുന്നത്? ചായ കഴിക്കേ, അത് തണുത്തു പോകും. പിന്നെ നാളെ രാവിലെ തന്നെ എന്നെ കൊണ്ടുപോയി വിടാൻ പറയണേ മോളെ. ജൂലി തലയിളക്കി. സലോമി അകത്തേക്ക് പോയതും അവൾ ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു. പെട്ടെന്ന് ഗ്ലാസിനുള്ളിൽ കൊഴുത്ത രക്തം. അയ്യോ! അവൾ നിലവിളിയോടെ ഗ്ലാസ് താഴേക്കിട്ടു. അത് പൊട്ടിച്ചിതറി. സലോമി ഓടി വന്നു. ശേ, കളഞ്ഞല്ലോ. ഇനി പാലുമില്ല. ജൂലി തലയിലേക്ക് നോക്കി. ചോര കാണാനില്ല. ടൈൽസിട്ട തറയിൽ പടർന്നൊഴിച്ച പാൽച്ചായ. ഞാൻ ഇപ്പൊ വൃത്തിയാക്കാം. ഗ്ലാസിന്റെ ചില്ല് കൊള്ളാതെ സൂക്ഷിക്കണേ. താൻ വ്യക്തമായി ഗ്ലാസിനുള്ളിൽ ചോര കണ്ടതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജൂലിക്ക് ഒരെത്തും പിടിയും കിട്ടില്ല. എല്ലാം തന്റെ മനസ്സിന്റെ വിഭ്രാന്തികളാണോ? അവൾ കിടക്കയിൽ കയറി കണ്ണടച്ച് കിടന്നു. സലോമി പോയി കിടന്നുവെന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ ജൂലിക്ക് തോന്നി. അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്നു. ചേട്ടന്റെ കാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചെവി ഓർത്തു. തന്നെ പോലെ ഒരു മനുഷ്യജീവി ഇവിടെ ഉണ്ടെന്ന ചിന്ത പോലും ചേട്ടനില്ല. ഇന്ന് ആന്റി ഉണ്ട്. അല്ലാത്തപ്പോഴൊക്കെ താൻ തനിച്ച്. അന്നൊക്കെ നല്ല ധൈര്യമുണ്ടായിരുന്നു, എന്തു നേരിടാനുള്ള ചങ്കുറപ്പും. പക്ഷെ ഇപ്പോ അതെല്ലാം നഷ്ടപ്പെട്ടു. ലൈറ്റ് അണയ്ക്കാൻ പോലും പേടിയാണ്. ഇരുളിൽ നിന്ന് ആരെങ്കിലും ചാടി വീണാലോ? സ്വീകരണ മുറിയിലെ ക്ലോക്ക് 12 തവണ ശബ്ദിക്കുന്നത് ജൂലി കേട്ടു. പെട്ടെന്ന് പുറത്ത് കാറ്റും മഴയും ആരംഭിച്ചെന്ന് അവൾക്ക് തോന്നി. ജനാല ചില്ലുകളിൽ ചരൽ വാരി എറിയുന്നത് പോലെ മഴവെള്ളം വീഴുന്നതിന്റെ ശബ്ദം കേട്ടു. ഈ ചേട്ടനൊന്ന് വേഗം വന്നാലെന്താ? കുടിച്ച് ഓവറാകുന്ന ദിവസങ്ങളിലൊക്കെയാണ് താമസിച്ചെത്തുന്നത്. ഇനി വരട്ടെ, 2 എണ്ണം പറയണം. ജൂലി ദേഷ്യത്തോടെ ഓർത്തു. അപ്പോൾ പുറത്തുനിന്ന് ആരോ നിലവിളിക്കുന്നത് പോലെ ഒരു ശബ്ദം അവൾ കേട്ടു. തോന്നലാണോ? അവൾ കിടക്കയിൽ എണീറ്റിരുന്ന് കാതോർത്തു. ജൂലി മോളെ! ആരോ തന്നെ വിളിക്കുന്നത് വ്യക്തമായി അവൾ കേട്ടു. ഈശ്വര, ചേട്ടന്റെ ശബ്ദമാണല്ലോ. ജൂലി എണീറ്റ് ആന്റിയുടെ വാതിലിൽ തട്ടി. രണ്ടാമത്തെ തട്ടിന് തന്നെ സലോമി വാതിൽ തുറന്നു. എന്താ മോളെ? ആന്റി, പുറത്ത് മഴയും കാറ്റുമാണ്. ചേട്ടൻ വിളിക്കുന്ന ശബ്ദം കേട്ടു. നിലവിളിക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ശക്തമായ ഒരു ഇടിമിന്നലുണ്ടായി. അതോടെ കറണ്ടും പോയി. ചതിച്ചല്ലോ. മോൾ ഇവിടെ നിൽക്ക്.
ഞാൻ എമർജൻസി ലൈറ്റ് എടുക്കാം. സലോമി ഡൈനിങ് ഹാളിലെ മേശപ്പുറത്തിരുന്ന ലൈറ്റ് എടുത്തു കൊണ്ടുവന്നു. ആന്റി വാ, നമുക്ക് മുറ്റത്തിറങ്ങി നോക്കാം. മദ്യപിച്ച് ഓവറായി ചേട്ടൻ വീണ് അടുപ്പുണ്ടാവും. ആരോടുന്നില്ലാതെ ജൂലി പറഞ്ഞു. സലോമി ലൈറ്റ് പിടിച്ചുകൊണ്ട് വാതിൽക്കിലെത്തി. ജൂലി വാതിലിന്റെ കുറ്റിയെടുത്ത് അത് തുറന്നു. അവർ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ശക്തമായ കാറ്റും മഴയും, ഇടയ്ക്ക് ഇടിമിന്നലും. മഴവെള്ളം അവരെ നനച്ചു. ചേട്ടാ, ചേട്ടാ, ജൂലി ഉറക്കെ വിളിച്ചു. ഗേറ്റിലേക്ക് ലൈറ്റിന്റെ പ്രകാശം എത്തുന്നില്ലായിരുന്നു. ആന്റി, ഞാൻ ഗേറ്റിലൊന്ന് നോക്കിയിട്ട് വരാം. മോൾ ഇവിടെ നിൽക്ക്, സുഖമില്ലാത്തതല്ലേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സലോമി എമർജൻസി ലൈറ്റുമായി ഗേറ്റിലേക്ക് നടന്നു. ജൂലി മഴ നനയാതെ സിറ്റൗട്ടിന്റെ വാതിലിനടുത്തേക്ക് മാറി നിന്നു. ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ആന്റി ഇറങ്ങുന്നത് ജൂലി കണ്ടു. അടുത്ത നിമിഷം ഹൃദയം പിളർക്കുന്ന ഒരു നിലവിളി ഉയർന്നു. ജൂലി ഗേറ്റിലേക്ക് ഓടി. അപ്പോൾ ഒരു ട്രക്ക് സ്റ്റാർട്ടായി ഓടിച്ചു പോകുന്നത് ജൂലി കണ്ടു. അവൾ റോഡിലിറങ്ങി ചുറ്റും നോക്കി. ആന്റിയെ കാണാനുണ്ടായിരുന്നില്ല. ആന്റിയുടെ കയ്യിലിരുന്ന എമർജൻസി ലൈറ്റ് അണയാതെ റോഡ് വക്കിൽ കിടപ്പുണ്ടായിരുന്നു. ജൂലി ലൈറ്റ് എടുത്ത് ചുറ്റുപാട് നോക്കി. പിന്നെ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞതും റോഡിൽ തീക്കണ്ണുകൾ പോലെ കാറിന്റെ വെളിച്ചം കണ്ടു. സേവ്യർ കാർ ഗേറ്റിൽ നിർത്തി. എന്താ എന്താ ജൂലി, നിനക്ക് എന്ത് പറ്റി? അവൾ കരഞ്ഞുകൊണ്ട് ഉണ്ടായതെല്ലാം പറഞ്ഞു. സേവ്യർ കുടിച്ച മദ്യം ആവിയായിപ്പോയി. മഴ നനയാതെ നീ വണ്ടിയിലോട്ട് കയറ്. സേവ്യർ സഹോദരിയെ പിടിച്ച് കാറിൽ കയറ്റി. കാർ തിരിച്ച് ട്രക്ക് പോയ വഴിയെ വിട്ടു. 5-6 കിലോമീറ്റർ പോയി നോക്കിയെങ്കിലും അതിന്റെ പൊടി പോലും കാണാനുണ്ടായിരുന്നില്ല. ഇനി രാവിലെ അന്വേഷിക്കാം. സേവ്യർ കാർ തിരിച്ചു. കാർ നിർത്ത്. ഒരു വളവ് തിരിഞ്ഞതും ജൂലി പറഞ്ഞു. സേവ്യർ ബ്രേക്ക് അമർത്തി. അതാ, അത് കണ്ടോ? അവൾ പുറത്തേക്ക് കൈ ചൂണ്ടി. കാറിന്റെ വെളിച്ചത്തിൽ അയാളും ആ കാഴ്ച കണ്ടു. അത് ആന്റിയുടേതാണ്. ചുവന്ന നിറത്തിലുള്ള നൈറ്റി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അയാൾ കാർ വീടിന്റെ പോർച്ചിൽ നിർത്തി. അപ്പോൾ കറണ്ട് വന്നിരുന്നു. സേവ്യർ ഇറങ്ങി ഗേറ്റ് അടച്ച് ലോക്ക് ചെയ്ത് സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ ജൂലി കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ചേട്ടൻ ഒറ്റൊരുത്തം കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കുടിച്ച് കൂത്താടി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ 2-3 ദിവസം ചുറ്റി കറങ്ങി നടക്കുമ്പോ ഇങ്ങനെ ഒരു പെങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് വല്ല ചിന്തയുണ്ടോ? പാവ ആന്റി, ഇന്ന് പോകണമെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നതാ. ഇനി എല്ലാവരോടും എന്ത് സമാധാനം പറയും? ജൂലി പൊട്ടിക്കരഞ്ഞു. ഇതവൻ തന്നെയാണ്, പോലീസ് തേടുന്ന ക്രിമിനൽ. അശോകിന്റെ ലൊക്കേഷനിൽ നിന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോയത് ഇവൻ തന്നെ. അശോകിനെ യമുന വിളിച്ച് സംഭവങ്ങൾ പറഞ്ഞപ്പോ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും സർക്കിൾ ഇൻസ്പെക്ടർ ടൈഗർ വിഷ്ണുവിനെ വിളിച്ച് വിവരം പറയാം. സേവ്യർ മൊബൈൽ എടുത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. CSR ക്വാർട്ടേഴ്സിലാണ്. സാറിന്റെ മൊബൈൽ വിളിച്ച നന്നായിരുന്നു, സ്റ്റേഷനിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ പറഞ്ഞു. സേവ്യർ വിഷ്ണുവിനെ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി കിട്ടിയത്. നാശം, അയാൾ ഫോൺ ഓഫ് ചെയ്ത് കിടന്നുറങ്ങി കാണും. ജൂലി ബെഡ്റൂമിലേക്ക് കയറി. അയ്യോ, അവൾ അലറി വിളിച്ചു. റൂമിന്റെ മൂലയിൽ മരിച്ചുപോയ സ്റ്റെല്ല നിൽക്കുന്നു. ജൂലിയുടെ നിലവിളി കേട്ട് സേവ്യർ ഓടി വന്നു. നീ എന്തിനാ കരഞ്ഞത്? ചേട്ടാ, അവിടെ സ്റ്റെല്ല നിൽക്കുന്നു. ജൂലി പേടിയോടെ മുറിയുടെ മൂലയിലേക്ക് കൈ ചൂണ്ടി. സ്റ്റെല്ലയോ? ഏത് സ്റ്റെല്ല? ഞാൻ പറഞ്ഞില്ലേ, മരിച്ചുപോയ സ്റ്റെല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സ്. സേവ്യർ മുറിയുടെ മൂലയിലേക്ക് ചെന്ന് നോക്കി. ഇവിടെ അങ്ങ് ആരുമില്ല, എല്ലാം നിന്റെ തോന്നലാ മോളെ. നമുക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണണം. അപ്പൊ എനിക്ക് ഭ്രാന്താണെന്നാണോ ചേട്ടനും പറഞ്ഞു വരുന്നത്? എന്നല്ലല്ലോ അതിനർത്ഥം. സോളമന്റെ മരണം നിന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നീ കിടക്കാൻ നോക്ക്, ഞാൻ ആ CIയെ കിട്ടുമെന്ന് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. സേവ്യർ പുറത്തേക്ക് പോയി. ജൂലി ഭയത്തോടെ ചുറ്റും നോക്കി. തനിക്ക് എന്താണ് പറ്റിയത്? മാനസിക നിലയ്ക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? അവൾ കിടക്കയിൽ കയറി കിടന്നു. കണ്ണടച്ചാൽ സലോമി ആന്റിയുടെ മുഖമാണ് മനസ്സിൽ. ദൈവമേ, ആന്റിയെ കാത്തോളണേ, അവൾ മൂകമായി പ്രാർത്ഥിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.